Hi all, welcome to Veranda YouTube channel. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ ഇന്ന് എടുക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ കാർഷിക വിളക്കാലങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാങ്ക്, PSC, SSC ഇവയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സ്പേർട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യയിലെ കാർഷിക വിളക്കാലങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 50 മുതൽ 60% ആൾക്കാരും എങ്ങനെയാ കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്നവരാണ് അല്ലെ, കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂസർവേയുടെ കണക്കുകൾ അനുസരിച്ച് 50 മുതൽ 55% കൃഷി ഭൂമി എന്താണ്, കൃഷി യോഗ്യമാണ്. പക്ഷേ അത്രത്തോളം ഭൂമി നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ പോലും അത്രത്തോളം കൃഷിയൊന്നും നടക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണിപ്പോൾ. നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ 3 മേഖലകളുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ കൃഷി എന്ന് പറയുന്ന കാർഷിക മേഖല ഏതിലാ വരിക? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് നമ്മുടെ കൃഷി അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ GDPയിൽ കാർഷിക മേഖലയിൽ നിന്നും കിട്ടുന്ന ഒരു സംഭാവന എന്ന് പറയുന്നത് വെറും 17 മുതൽ 18% മാത്രമാണ്. എന്നാൽ GDPയിൽ ഏറ്റവും കൂടുതൽ സംഭാവന വരുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ, അതായത് തൃതീയ മേഖല അല്ലെ, നമ്മുടെ സേവന മേഖല എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് നമുക്ക് ഏതാണ്ട് 50 മുതൽ 55% സംഭാവന GDPയിലേക്ക് വരുന്നത്. അതുപോലെ കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ മഴ തന്നെയാണ്, നമ്മുടെ സ്രോതസ് അല്ലെ. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് മഴ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 മഴക്കാലങ്ങളാണ് നമുക്ക് ഉള്ളത്. നമുക്കറിയാം ഏതൊക്കെയാണവ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. ഞാൻ ഇത്രയും ഒന്നും കൂടി പറയാം. നമുക്ക് ഏതാണ്ട് 50 മുതൽ 60% ആൾക്കാർ ഇന്ത്യയിലെ ഏതിനെ ഉപജീവനം ആക്കി ജീവിക്കുന്നവരാണ്? കൃഷിയെ അല്ലെ. അതുപോലെ 50 മുതൽ 55% കൃഷി യോഗ്യമായ ഭൂമിയും നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ കാർഷിക വിളക്കാലങ്ങൾ. പ്രധാനമായിട്ടും നമുക്ക് 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണവ? ഖാരിഫ്, റാബി, സെയ്ദ്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്നാൽ നമുക്ക് മൺസൂൺ വിളകളെയാണ് നമ്മൾ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അതുപോലെ റാബി വിളകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ശൈത്യകാല വിളകൾ. അതുപോലെ സെയ്ദിന്റെ മറ്റൊരു പേരാണ് വേനൽക്കാല വിളകൾ. മറ്റൊരു പേരല്ല, വേനൽക്കാല വിളകളെയാണ് നമ്മൾ സെയ്ത വിളകൾ എന്ന് പറയുന്നത്. നമുക്ക് ഖാരിഫ് വിളക്കാലത്തിലേക്ക് പോവാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഖാരിഫ് വിള എന്ന് പറയുന്നത് മൺസൂൺ വിളകളാണ്. നമുക്കറിയാം കൃഷിയുടെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? മഴ തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ ആദ്യം എത്തുന്ന മഴക്കാലം എന്ന് പറയുന്നത് എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഖാരിഫ് വിളക്കാലം ചെയ്യുന്നത്. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ എപ്പോഴാണ് എത്തുന്നത്? നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ വരെയുള്ള ഒരു കാലയളവിലാണ് നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭ്യമാകുന്നത്. നമുക്കറിയാം ജൂണിന്റെ തുടക്കം അല്ലെ, ജൂണിന്റെ തുടക്കത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൃഷി ഇറക്കും. കൃഷി ഇറക്കുന്ന ആ ഒരു വിളകളെ പറയുന്നതാണ് ഖാരിഫ് വിളകൾ. എന്നാൽ ഇതിന്റെ വിളവെടുപ്പ് നമ്മൾ എപ്പോഴാണ് എടുക്കുക? ഇതിന്റെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വിടവാങ്ങൽ സമയം അത് എപ്പോഴാണ്? ഏതാണ്ട് സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോടു കൂടി നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ത് ചെയ്യും? വിടവാങ്ങും അല്ലെ. ആ ഒരു സമയത്ത് ചെയ്യുന്ന കൃഷിയാണ് ഖാരിഫ് കൃഷി. പിന്നെ ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭക്ഷ്യവിള തന്നിട്ട് അത് ഏത് കൃഷി വിളക്കാലവുമായി ബന്ധപ്പെട്ട് എന്നതാണ് സാധാരണ ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാം. ഖാരിഫ് വിളകളിൽ വരുന്നത് നെല്ല്, എള്ള്, ചോളം, ചണം, ബജ്ര, ജോവർ, റാഗി, സോയാബീൻ, നിലക്കടല, പരുത്തി. ഇവയാണ് പ്രധാന ഖാരിഫ് വിളകൾ. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഖാരിഫ് വിളക്കാലം കൃഷി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എപ്പോഴാണ് ഇന്ത്യയിൽ എത്തുക? ജൂൺ, ജൂലൈ മാസത്തോടു കൂടിയാണ് ഇതെത്തുന്നത്. അതുപോലെ എപ്പോഴാണ് വിടവാങ്ങുക? സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ. എന്നാൽ ഈ നമ്മുടെ മഴയുടെ തുടക്കം അനുസരിച്ച്, അതായത് ജൂണിൽ കൃഷി ഇറക്കുന്ന ആ ഒരു വിളയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ വിളവെടുപ്പ് എപ്പോഴായിരിക്കും? ഈ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വിടവാങ്ങൽ സമയമായ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. ഈ ഭാഗത്തു നിന്നും പ്രധാനമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭക്ഷ്യധാന്യം തന്നിട്ട് അത് ഏത് വിളക്കാലത്തിൽ വരുന്നതാണ് എന്നതാണ് മെയിനായിട്ട് ഈ ഭാഗത്തു നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, എള്ള്, ചോളം, ചണം, ബജ്ര, ജോവർ, റാഗി, സോയാബീൻ, നിലക്കടല, പരുത്തി. ഇവയാണ് പ്രധാനമായിട്ടും ഉള്ള
ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, എള്ള്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷ്യം എന്ന് പറയുന്നത് നെല്ല് തന്നെയാണ്. സോ നെല്ല് എന്ന് കേൾക്കുന്നത് നമുക്ക് അതിന്റെ കൂടെ തന്നെ എള്ളും കൂടി ചേർത്ത് പറയാം. ഇത്രയും നമുക്ക് കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇച്ചിരി ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കൊരു പ്രാസം വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. നെല്ല്, എള്ള്. എള്ള് കിട്ടിയാൽ നമുക്ക് എന്താ? ചോളം പറയാം അല്ലെ. അതുപോലെ ചാ കിട്ടി ചണം പറയാം. അപ്പം ചോളം, ചണം ഏതൊക്കെയാണ്? നെല്ല്, എള്ള്, ചോളം, ചണം. പിന്നെ തിനവർഗ്ഗങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? ബജ്ര, ജോവർ, റാഗി. ഏതൊക്കെയാണ്? ബജ്ര, ജോവർ, റാഗി. പിന്നെ സോയാബീൻ, നിലക്കടല, പരുത്തി. ഇവയാണ് പ്രധാനമായിട്ടുള്ള ഖാരിഫ് വിളകൾ. അതുപോലെ ഈ ഭാഗത്ത് നിന്ന് അടുത്ത ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നെല്ലിന് ആവശ്യമായിട്ടുള്ള താപനില എത്രയാണ് എന്നുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അതാണ് നെല്ലിന് അനുയോജ്യമായിട്ടുള്ള താപനില എന്ന് പറയുന്നത്. അതുപോലെ 100 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. നമ്മൾ അപ്രോപ്രിയേറ്റ് പറയുകയാണെങ്കിൽ 150 സെന്റിമീറ്ററോളം മഴ നെൽകൃഷിക്ക് ആവശ്യമാണ്. അതുപോലെ നെല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. എന്നാൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? പശ്ചിമ ബംഗാൾ. അതുപോലെ നിലക്കടല, പരുത്തി ഇവ ഖാരിഫ് വിളകളാണ്. നിലക്കടല, പരുത്തി ഇവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. അതുപോലെ കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നമുക്കറിയാം പഞ്ചസാര വ്യവസായമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കരിമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതും ഉത്തർപ്രദേശ് തന്നെയാണ്. നമുക്കടുത്ത് റാബി വിളകളിലേക്ക് പോവാം. ഇതെന്താണ്? ശൈത്യകാല വിളയാണ് അല്ലെ. ഖാരിഫ് വിള എന്തായിരുന്നു? നമ്മൾ പറയുന്നത് മൺസൂൺ വിള എന്നാണ്. എന്നാൽ റാബി വിള എന്ന് പറയുന്നത് ശൈത്യകാല വിളയാണ്. നമ്മൾ ഖാരിഫ് വിളക്കാലത്തിൽ പഠിച്ചപ്പോൾ പറഞ്ഞു അത് ഏത് മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്താണ്. എന്നാൽ റാബി വിളക്കാലം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്ത് കൃഷി ചെയ്യുന്നതാണ്. നമുക്കറിയാം വടക്ക് കിഴക്കൻ മൺസൂൺ എപ്പോഴാണ് എത്തുന്നത്? ഒക്ടോബർ മാസത്തോടു കൂടി അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വിട വാങ്ങുന്നത് കൂടി എന്തെത്തും? വടക്ക് കിഴക്കൻ മൺസൂൺ എത്തും. അതായത് ഒക്ടോബറിന്റെ ആദ്യത്തോടു കൂടി വടക്ക് കിഴക്കൻ മൺസൂൺ എത്തും. ആ ഒരു സമയത്ത് കൃഷി ഇറക്കി നമ്മൾ ചെയ്യുന്നതാണ് റാബി വിളകൾ. അതുപോലെ എപ്പോഴായിരിക്കും ഇതിന്റെ വിളവെടുക്കുന്നത്? ഈ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ വിടവാങ്ങൽ സമയം, അതായത് മാർച്ച് മാസത്തോടു കൂടിയാണ് നമ്മൾ ഇതിന്റെ വിളവെടുക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, ഓട്സ്, കടല, കടുക്, ഗ്രീൻ പീസ്, ചെറുപയർ, ബ്രൊക്കോളി, ബദാം, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പുകയില. നമ്മൾ പറഞ്ഞു ഖാരിഫ് വിളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അരി തന്നെയാണ്. എന്നാൽ റാബി വിളയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന എന്താണ്? ഗോതമ്പാണ്. പ്രധാനപ്പെട്ട റാബി വിളയാണ് ഗോതമ്പ്. ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശ്. നമ്മൾ അരി അല്ലെ, ദക്ഷിണേന്ത്യക്കാര് അരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോലെ ഗോതമ്പ് നോർത്ത് ഇന്ത്യൻസ് ആണ് അല്ലെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് ഇവ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ്. അതുപോലെ ഉള്ളി, പരുത്തി ഇവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏതൊക്കെയാണ്? ഉള്ളി, പരുത്തി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ്. നമ്മൾ ഖാരിഫ് വിളയെ പറ്റി പറഞ്ഞു, റാബി വിളയെ പറ്റി പറഞ്ഞു. ഇനി അവസാനത്തേതാണ് സെയ്ദ് വിളകൾ. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വേനൽക്കാല വിളയാണ് സെയ്ദ് വിളകൾ. അതായത് നമ്മുടെ ഖാരിഫ് വിളക്കാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റാബി കൃഷി ഇറക്കും. റാബിക്ക് ഇടയിൽ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ. ആ ഒരു സമയത്ത് കൃഷി ചെയ്യുന്നതാണ് സെയ്ദ് വിളക്കാലം, സെയ്ദ് വിളകൾ. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളയാണ് സെയ്ദ് വിള. ഏതൊക്കെയാണ് മാസങ്ങളിൽ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് സെയ്ദ് വിളകൾ. ഇതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഓർത്ത് വെക്കാനില്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. എക്സാമ്പിൾ വെള്ളരിക്ക, പാവൽ, തണ്ണിമത്തൻ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ. ഇനി പ്രധാനപ്പെട്ട ഒരു പോർഷൻ കൂടെ പറയാനുണ്ട്, നാണ്യവിളകൾ. അതായത് കരിമ്പ്,
തോട്ടവിളകളായ തേയില, കാപ്പി, റബ്ബർ ഇവയുടെയൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യപരമായിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെ, ഏത് കാലാവസ്ഥയിലാണ് അവ വളരുന്നത്, അതിനാവശ്യമായിട്ടുള്ള മഴയുടെ അളവ്, ഇതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കി വെക്കാം. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു താപനില എന്ന് പറയുന്നത് 20 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു താപനിലയാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യം. അതുപോലെ 75 മുതൽ 100 സെന്റിമീറ്റർ മഴയും ഇതിന് ആവശ്യമാണ്. നമുക്കടുത്ത് തോട്ടവിളയായ തേയില നോക്കാം. തേയിലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു താപനില എന്ന് പറയുന്നത് 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ആവശ്യമായിട്ടുള്ള മഴയുടെ അളവെന്ന് പറയുന്നത് 200 സെന്റിമീറ്ററും ആണ്. അതുപോലെ തേയില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആസാമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? ആസാമാണ്. എന്നാൽ കാപ്പി അത് മാറിപ്പോവരുത് അങ്ങോട്ടും. തേയിലയും കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാടക. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക ഇവ എന്തിന്റെ വകഭേദങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിന്റെയാണ്? കാപ്പിയുടെ വകഭേദങ്ങളാണ്. അതുപോലെ റബ്ബറിന് അനുയോജ്യമായിട്ടുള്ള ഒരു താപനില എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസും ആവശ്യമായ മഴ എന്ന് പറയുന്നത് 180 സെന്റിമീറ്ററിന് മുകളിലുമാണ്. അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി ഒരു ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. മുൻകാല ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ റാബി വിള ഏത്? ഓപ്ഷൻ എ ചോളം, ഓപ്ഷൻ ബി ചണം, ഓപ്ഷൻ സി പരുത്തി, ഓപ്ഷൻ ഡി ഉരുളക്കിഴങ്ങ്. ഇതിൽ ഏതാണ് റാബി വിള എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഉരുളക്കിഴങ്ങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചോളം, ചണം, പരുത്തി ഇതൊക്കെ ഖാരിഫ് വിളയാന്ന് പറഞ്ഞു. ഇതിൽ വരുന്നത് ഉരുളക്കിഴങ്ങാണ് റാബി വിള. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കരിമ്പ്, ഓപ്ഷൻ ബി പരുത്തി, ഓപ്ഷൻ സി ചണം, ഓപ്ഷൻ ഡി കടുക്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി കടുക്. കടുക് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ്. സോ ഇത്രയുമാണ് ഇന്ത്യയിലെ കാർഷിക വിളക്കാലങ്ങൾ എന്ന് പറയുന്നതിലെ പ്രധാന ടോപ്പിക്സ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.